നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് രോഹിണി, മകയിരം, തിരുവാതിര ഈ 3 നക്ഷത്രക്കാരുടെ പൊതുവായുള്ള ഫലങ്ങളാണ്. അപ്പോൾ ആദ്യം രോഹിണി നക്ഷത്രക്കാർക്ക് ജന്മരാശിയിൽ ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ സുഖ സൗഖ്യങ്ങളൊക്കെ വന്നു ചേരും. ആഡംബര വസ്തുക്കളും മറ്റുമൊക്കെ സമ്മാനമായി കിട്ടാനുള്ളൊരു സാധ്യതയാണ് ഈ മാസം കാണുന്നത്. നിങ്ങളുടെ ബന്ധുക്കളെല്ലാം തന്നെ സഹായവുമായിട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. ധനമാർഗങ്ങളൊന്നും നിങ്ങൾക്ക് തടസ്സം വരില്ല. അതായത് ജോലിയിൽ നിന്നൊക്കെ അധികമായി നിങ്ങൾക്ക് ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് അധികമായി വരുന്ന, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ വരുന്ന കുറച്ച് വരുമാനങ്ങളൊക്കെ വന്നു ചേരും. പഴയ ആധാരം അല്ലെങ്കിൽ വസ്തു ഭൂമിയുമായിട്ടുള്ള തർക്കത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറി അതിനുള്ളൊരു ഫലം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പ്രണയത്തിലൊക്കെ അകപ്പെട്ട്, അതായത് പ്രണയിക്കുന്നവർക്ക് അത് കല്യാണത്തിലേക്കൊക്കെ എത്താനുള്ളൊരു വഴി ഈ മാസം കാണുന്നുണ്ട്. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുന്നവർക്കൊക്കെ നല്ല സമയമാണ് ഈ ഒരു ജൂലൈ മാസം. വിദ്യാഭ്യാസ ലോണിനൊക്കെ അപേക്ഷിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസ ലോണൊക്കെ അനുവദിച്ച് കിട്ടുന്നതാണ്. സുഹൃത്തുക്കളുമായി ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അത് സൂക്ഷിക്കുക. കഴിയുന്നത്ര ആൾക്കാരും നാട്ടിൽ വന്നിട്ട് ലീവ് കഴിഞ്ഞ് വിദേശത്തേക്ക് പോകാൻ നോക്കുമ്പോൾ ചെറിയ തടസ്സങ്ങളൊക്കെ വന്നു ചേരാൻ ചാൻസ് ഉണ്ട്. അത് താൽക്കാലികം മാത്രമാണ്. കുടുംബത്തിലെ പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ പറഞ്ഞ രോഹിണി നക്ഷത്രക്കാർക്ക് നല്ലതാണ്. രോഹിണി നക്ഷത്രക്കാരായ ആളുകളുടെ വീട്ടിൽ പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് ഇതിൻ്റെ അർത്ഥം. മാസത്തിൻ്റെ 2ാം പകുതി ഗുണകരമാവും. അടുത്തത് മകയിരം നക്ഷത്രക്കാർക്ക് ഈ മാസം സ്വസ്ഥത കുറച്ച് കുറയും. ജോലിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് ജോലി ചെയ്തില്ലെങ്കിൽ ജോലി സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ കുറച്ച് കഷ്ടത അനുഭവിക്കും. ഈ ഒരു കാരണത്താൽ നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടും. ചില അബദ്ധങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. അബദ്ധങ്ങൾ ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ കുറച്ച് തർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴിത്തിരിയാം. അതുകൊണ്ട് തർക്കങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. അനൈക്യം, അതായത് വീടുകളിലാണെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ള മറ്റ് ആൾക്കാരോട് നല്ല രീതിയിൽ പെരുമാറുക. നിങ്ങൾ എന്തെങ്കിലും സ്വരച്ചേർച്ചയൊക്കെ ഉണ്ടായാൽ അത് കുടുംബ പ്രശ്നങ്ങൾക്ക് വരെ കാരണമാകും. വാഹനമൊക്കെ ഓടിക്കുന്ന ആൾക്കാർ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ആദായം നിങ്ങൾക്ക് വർദ്ധിക്കും. അതായത് നിങ്ങളുടെ വസ്തുവിൽ എന്തെങ്കിലുമൊക്കെ ആദായമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വർദ്ധിക്കും. കൃഷിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വന്തം വസ്തുവിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്നുള്ള ആദായം കൂടും. ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി നല്ലൊരു കാലഘട്ടമാണ് ജൂലൈ മാസം. ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെടുവാനുള്ള സാധ്യതയാണ് ഈ മാസം കണ്ടുവരുന്നത്. അടുത്തത് തിരുവാതിര നക്ഷത്രം. വിവാഹ കാര്യത്തിൽ നല്ലൊരു തീരുമാനമെടുക്കുവാൻ ഈ മാസം സാധിക്കുന്നതാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു അവസരം വന്നു ചേരും. അതായത് ജോലിയിൽ നിന്നും മുകളിലേക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാം. ജോലിയുടെ ഒരു കഠിന ഭാവം അല്ലെങ്കിൽ നിങ്ങളെ അലട്ടുന്നത് കാരണം നിങ്ങൾ ആ ഒരു പ്രൊമോഷൻ നിങ്ങൾ വേണ്ട എന്ന് വെക്കാനുള്ള തീരുമാനം വരെയും ഇതിൽ കാണുന്നുണ്ട്. ജോലി ഉപേക്ഷിച്ചിട്ട് പുതിയൊരു ജോലി, അതായത് നിങ്ങൾ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വേറൊരു ജോലിക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് അല്ലെങ്കിൽ വേറൊരു ജോലിയിൽ നിങ്ങൾ ആപ്ലിക്കേഷനും മറ്റുമൊക്കെ സമർപ്പിച്ചിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങളെ പുതിയ ജോലിക്കായി നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. അത്തരത്തിലുള്ളൊരു പൊതുവായൊരു ഫലം ഇവിടെ കാണുന്നുണ്ട്. ബന്ധുവീട്ടിൽ സന്ദർശനമൊക്കെ നിങ്ങൾ ഈ മാസം നടത്തുന്നതായിരിക്കും. ഓഹരി, അതായത് കച്ചവടക്കാരാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കച്ചവടം നഷ്ടത്തിലാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ദൂരയാത്രയൊക്കെ സ്വന്തമായിട്ട് വാഹനം ഓടിച്ച് പോയാൽ നിങ്ങൾക്ക്
നല്ല രീതിയിൽ, അതായത് ഇപ്പോൾ വാഹനം ഓടിച്ചു പോകുമ്പം അവിടെ നിന്നും ഒരാളെ പരിചയപ്പെട്ട് അത്തരത്തിലൊരു ഉന്നമനത്തിന്, മുകളിലേക്കൊരു ഉയർച്ചയ്ക്ക് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരാളെ പരിചയപ്പെട്ട് അതിൽ നിന്നും കുറച്ചും കൂടി ബിസിനസ് ഡെവലപ്പ് ആവാനുള്ളൊരു സാധ്യത ഈ മാസം കാണുന്നുണ്ട്. ഇത് ഈ 3 നക്ഷത്രക്കാരുടെ പൊതുവായുള്ളൊരു ഫലങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിശദമായുള്ള ഫലങ്ങൾ അറിയണമെങ്കിൽ നക്ഷത്രക്കാരുടെ ജനന സമയവും അതോടൊപ്പം ജനന തീയതിയും മറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഒത്തുനോക്കിയെങ്കിൽ ഓരോരുത്തരുടെയും പ്രത്യേകം നമുക്ക് നോക്കാൻ സാധിക്കുന്നതാണ്. പൊതുവായുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രക്കാരുടെ പൊതുവായുള്ള ഫലം നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.